ആരില്ലെന്നുണ്ടോ? ആരാ? മനസ്സിലായോ? നിങ്ങളുടെ മകൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ ഉണ്ടല്ലേ, അനീസ്. അനീസിന്റെ പേരൻസ് ആണ്. ഞങ്ങളിവിടെ ഇങ്ങനെ ഇതുവഴി പോയപ്പോ ഇങ്ങോട്ടൊന്ന് കയറി വാ. വരി, അകത്തോട്ടിരുന്ന് സംസാരിക്കാം. ബാ പെങ്ങളെ, വരി, ഇവിടെ ഇരിക്കാം. ഇവിടെ സ്ത്രീകളാരുമില്ലേ? ഭാര്യയില്ല, അവള് മരണപ്പെട്ടു പോയി. ആണോ? ഓ, എന്ത് വന്നത്? ഞങ്ങളിങ്ങോട്ട് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ്. അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ മകന്റെയും നിങ്ങളുടെ മകളുടെയും കല്യാണ കാര്യം സംസാരിക്കാനാണ് വന്നത്. അവര് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ജോലി ചെയ്യല്ലേ. അവനാണെങ്കിൽ ഒരുപാട് കല്യാണ ആലോചനകൾ വരുന്നു. ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ പറയുന്നു അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഈ കൊച്ചിന് ഒന്ന് ആലോചിക്കാം. അല്ല, അത് പിന്നെ അവൻ ഡോക്ടറാണ്, പിന്നെ ഒരു നേഴ്സായ പെണ്ണിനെ ആലോചിക്കാന്ന് പറഞ്ഞപ്പം ഞാൻ കുറച്ചൊക്കെ ഒന്ന് എതിർത്ത്. അപ്പം അവൻ പറയുന്നത് അവനത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇപ്പൊ ഇവിടെ അടുത്തൊരു കല്യാണമുണ്ട്, അപ്പൊ അതും കൂടിയിട്ട് ഇങ്ങോട്ട് കേറിയിട്ട് പോവാന്ന് പറഞ്ഞ് വന്നതാ. അല്ല, ഞാൻ മോക്ക് ഒരു ബന്ധം നോക്കുന്നുണ്ട്. ഡോക്ടറൊക്കെ ആകുമ്പോൾ നമുക്ക് ഡോക്ടർ അനീസ് എന്ന് അന്വേഷിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം അറിയാൻ പറ്റും. എനിക്കിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം വന്ന് ആലോചിച്ചു. നിങ്ങളുടെ താല്പര്യം എന്താന്ന് വെച്ചാ അല്ലേ? നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് പറഞ്ഞ നിങ്ങളൊക്കെ വലിയ വലിയ എൻ്റെ മോളെ അത്രയും വലിയ ഒരു ഇതിലോട്ടൊന്നും വിടാനുള്ള ഒരു സാമ്പത്തിക ശേഷിയുള്ള ആളൊന്നും അല്ല ഞാൻ. അല്ല, ഞങ്ങള് സാമ്പത്തികമായിട്ടൊന്നും നിങ്ങളോട് ഞാൻ ചോദിച്ചില്ലല്ലോ. അത് നിങ്ങളുടെ മകൾക്ക് കൊടുക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക. കൊടുക്കുന്ന വാങ്ങുന്നതൊക്കെ നിങ്ങൾ, അതില് നമ്മളൊന്നും ചോദിക്കുന്നില്ല. ഒരു ഡോക്ടർക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആ രീതി ആയിരിക്കുമല്ലോ. ഡോക്ടറെ കിട്ടുന്നതല്ലേ. നമ്മൾ ഒരു മോനെ പഠിപ്പിച്ച് ഡോക്ടറാക്കുമ്പോൾ അതിൻ്റെതായ ചെലവും കാര്യമൊക്കെ ഉള്ളതാണ്. പിന്നെ മോനൊരു ആഗ്രഹം പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് അഭിപ്രായം ചോദിച്ചു. അപ്പം നിങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇത്രയും നാൾ ജോലി ചെയ്ത് എൻ്റെ മകളെ പഠിപ്പിച്ച് ഈ ഒരു നിലയിലെത്തിച്ച്. പക്ഷേ അതിനുള്ള സാമ്പത്തികമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നതുമുള്ളൂ. പക്ഷേ ഒരു ഡോക്ടറൊക്കെ കല്യാണം കഴിച്ച് തരിക എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സമ്മതമാണെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ. ഉള്ള അഭിപ്രായം ആദ്യം ഞാൻ കേൾക്കട്ടെ, എന്നിട്ട് ഞാനങ്ങോട്ട് വരാം. വിളിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതി. വെള്ളം കുടിച്ചിട്ട് പോവാം. വെള്ളം ഒന്നും എടുക്കണ്ട, നമുക്കപ്പോൾ ഇറങ്ങാം. അപ്പോൾ ശരി, എന്നാ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അറിയിക്കുമല്ലോ. എന്നാ ഇറങ്ങോ? ഞാൻ അറിയിക്കാം.
ഓ ശരി. വേണ്ടെന്നൊക്കെ പറഞ്ഞത് അത് എൻ്റെ ഞാൻ മോൻ വെറുതെ വിട്ടു. അത് ഞാനിപ്പോൾ പറഞ്ഞത് കല്യാണം എല്ലാം ഉറപ്പിച്ചൊന്ന് റെഡിയായി കിടക്ക്. പൈസ വാങ്ങിയെടുക്കാൻ അവരൊന്നും ചോദിക്കുന്നത് വാങ്ങിയെടുക്കാനുള്ള ഒരു ബുദ്ധി എനിക്കുണ്ട്. അത് ഞാൻ ചെയ്യാം. അതെനിക്കറിയാം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞെന്താണെന്നാ ഞാൻ അല്ല അത് ചോദിച്ചത്. അവരോട് ആദ്യം അവൾ എത്ര ലക്ഷങ്ങൾ മുടക്കിയ മോനെ ഡോക്ടറാക്കിയെന്നറിയാല്ലേ? ചെന്നുള്ള നമ്മൾ പെണ്ണ് ചോദിച്ചിട്ട് ഉടനെ പൈസ ഒന്നും പറയാൻ പറ്റുമോ? അങ്ങനല്ല, അതൊക്കെ അതിൻ്റെ വഴിയെ നമുക്കത് ചെയ്തെടുക്കാം. നീ വണ്ടി കയറി പോവാൻ പറ്റും. വീടെങ്കിലും സ്വന്തമാക്കണം. ഓ ഓ ഇത്രയും വലിയ ബന്ധത്തിലേക്ക് എൻ്റെ മകളെ പറഞ്ഞ് വിടണോ? അവിടെയൊക്കെ പോയാൽ എൻ്റെ മകളുടെ അവസ്ഥ. എന്തായാലും എൻ്റെ മോള് വരട്ടെ, വന്നിട്ട് അവളോടൊന്ന് ചോദിച്ചിട്ട് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നോക്കാം. വാപ്പാ. ആ മോളെ, എന്താ ഡ്യൂട്ടി താമസിച്ച അന്ന്? ഇല്ല വാപ്പാ, ഡ്യൂട്ടി കറക്റ്റ് സമയത്ത് കഴിഞ്ഞ്. ഞാൻ ജസ്റ്റിനോട് ഇവിടെ നിന്ന് കട കയറി പോയിരുന്നു. ആ അവൾക്ക് ഒരു പർച്ചേസ് ഉണ്ടായിരുന്നു. ആ മോളെ, ആ. മോളെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ടല്ലേ, പേര് അനീസ് എന്ന് പറഞ്ഞ. ആ ആ അവൻ്റെ ഉമ്മായി വാപ്പ ഇന്ന് ഇങ്ങോട്ട് വന്നിരുന്നു ഇവിടെ. ഡോക്ടർ ഉമ്മായി വാപ്പ ഇവിടെ വന്നതിനു വാപ്പാ? മോളെ, ആ ഡോക്ടർ എങ്ങനെയാണ്? മോൾക്ക് എന്തെങ്കിലും ഡോക്ടറെ പറ്റി എന്തെങ്കിലും അറിയാം? എന്തെങ്കിലും ഡോക്ടറോട് കുറച്ച് ദിവസം ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, അല്ലാതെ എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല. മോളെ വന്നതേ ഉം. കല്യാണം ആലോചിച്ചാ വന്നാ മോക്ക്. എന്നെയാ? ഓ മോളെ, അവര് വന്നിട്ട് ചോദിച്ച് മോളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു മോളെ. ആ വാപ്പ എന്തെങ്കിലും പറഞ്ഞാ? മോളെ ഞാൻ ഒന്നും പറഞ്ഞില്ല, മോളോട് ചോദിക്കട്ടെന്ന് പറഞ്ഞിട്ട്. വാപ്പ, നമുക്കൊരു ബന്ധം എടുക്കുമ്പോഴേ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ബന്ധം മതി. അവരൊക്കെ വലിയ കാശുകാരും അതുമൊക്കെയാ. പിന്നെ വാപ്പായ്ക്ക് അറിയാലോ, ഞാൻ ജോലിക്ക് കയറിയിട്ട് ഒരു 6 മാസമേ ആയുള്ളൂ. എൻ്റെ ലെവലിലുള്ള അല്ലാത്ത ഒരാളാണെങ്കിലേ എന്നെ ജോലിക്ക് വിടുവോ? എനിക്കിത് തുടരുന്നുണ്ട്. നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തതാണ്, ഒരു ജോലി നേടിയെടുത്തതാ. എനിക്കറിയാം മോളെ, ഇതെല്ലാം എനിക്കറിയാം. അപ്പോഴ് ചിന്തിച്ചിട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് അതിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ ചിന്തിക്കാം വാപ്പാ. അവര് സംസാരിച്ചപ്പോഴ് ശ്രീധനമൊന്നും വേണ്ട, മോളെ ഇഷ്ടപ്പെട്ട് വന്നതാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ പിന്നെ എനിക്കൊരു നല്ല ബന്ധമായിട്ട് തോന്നി മോളെ, അതുകൊണ്ടാണ് മോളടുത്ത് ചോദിക്കട്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു വിട്ടത്. എന്തായാലും വാപ്പ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഡോക്ടറുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അങ്ങനെ ഡോക്ടർക്ക് ഒരു താല്പര്യമുണ്ട് പറഞ്ഞാൽ എനിക്ക് എന്നെ ജോലിക്ക് വിടണം. ഞാൻ ഈ പഠിച്ചത് വേസ്റ്റ് ആക്കത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ പോയിന്ന് ഫ്രഷ് ആവട്ടോ അപ്പാ, ഭയങ്കര തലവേദന. ആ മോളെ, മോളെ ഡോക്ടറെ കണ്ട് സംസാരിച്ചായിരുന്ന? എന്താ പറഞ്ഞ്? സംസാരിച്ചിടത്തോളം എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല അപ്പാ. അപ്പോഴേ ഡോക്ടർ ഞാൻ പറഞ്ഞ് എനിക്ക് 6 മാസമുള്ള ജോലി കിട്ടിയിട്ട് എനിക്ക് തുടർന്ന് ജോലി തന്നെ ചെയ്യണം, ജോലിയൊന്നും ഞാൻ റിസൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. പുള്ളിക്ക് അതിലൊന്നും കുഴപ്പമൊന്നും തോന്നുന്നില്ല, ജോലിക്കൊക്കെ വിടാന്ന് പറഞ്ഞ്. വേറെ എനിക്ക് കണ്ടതിൽ വെച്ച് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പ. അപ്പം മോക്ക് ഇഷ്ടം തന്നെ? എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ താല്പര്യക്കേടൊന്നും ഇല്ല, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല. ആ മോനെ, മാമാടാ മോളെ കല്യാണം ഈ വരുന്ന 26-ാം തീയതി ഞായറാഴ്ചയാണ്. ഞങ്ങളൊക്കെ എത്തണം. വീട്ടിൽ ഉമ്മായി എല്ലാരെയും വിളിച്ചോണ്ടെങ്കിൽ വരണം. മോൻ അവിടെ വന്നെല്ലാം സഹായിച്ചു തരണം. തലേദിവസം എത്തണം കേട്ടാ, മറക്കല്ലേ. ശരി, പോട്ടെ. ശരി. ആ മോളെ, മോക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് തന്നെയല്ലേ എടുത്തത്? എല്ലാം കിട്ടിയാപ്പാ? ഇഷ്ടപ്പെട്ടല്ലേ? കിട്ടി, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പൊ ആരാ വന്നു മോളെ? മോളെ, അനീസിന്റെ വാപ്പ വരുന്നു. മോള് പോയി ചായ ഇട്. കേറ് ഇരി.
ആ എന്താ വിളിച്ചു പറയാതെ വന്നത്? ഞാൻ വന്നതേ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യം സംസാരിക്കാനാണ്. ആ അത് വേറൊന്നുമല്ല, എൻ്റെ പെണ്ണിൻ്റെ അനിയത്തിമാരും എല്ലാം അവരും മക്കൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ്. അവരൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും തഹസിൽദാർമാരെയും ഒക്കെ തന്നെ. അവർ വാങ്ങിക്കൊണ്ട് വന്ന് 200-250 സ്വർണവും മെർസിഡീസ് കാറ്, ഓടി, ഇതൊക്കെ ആയിട്ടാണ് അവരവിടെ വന്നത്. അപ്പോൾ എൻ്റെ മോനൊരു കുറച്ചിലാവരുതല്ലോ. നിങ്ങൾ 50 പവൻ്റെ സ്വർണം പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. ഒരു 75-80 സ്വർണം ഇട്ട് ബാക്കിയുള്ള നിങ്ങൾ അവർ 200 പവൻ്റെ തോന്നിക്കുന്ന കണക്ക് നിങ്ങളങ്ങ് ചെയ്യണം. 75 സ്വർണം, കാറ്, അത് 50 ലക്ഷത്തിൻ്റെ ഒരു കാറ് തന്നെ വേണം. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും. 50 ലക്ഷത്തിൻ്റെ കാറോ? ആ അന്ന് നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി, നിങ്ങൾ എന്താണ് ഉള്ള കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ എല്ലാ അവസ്ഥയും ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോട്. കാറില്ലായിരുന്ന എൻ്റെ മോന് കുറച്ചിലാണ്. കാറെന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപയുടെ കാറ് തന്നെ വേണം. അത് കല്യാണത്തിന് അവന് കാറിൽ തന്നെ വന്നിറങ്ങണം. അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളൊക്കെ എന്നെ. എന്താ അപ്പാ? മോളെ, അവർ പറയുന്നത്. വാപ്പ ഒന്നും പറയണ്ട, ഞാൻ കേട്ട്. ഞാനെല്ലാം കേട്ടകത്തുനിന്ന്. അതെ, നിങ്ങളെ മോന് ചോദിച്ചൊന്നും വന്നിട്ടില്ല. നിങ്ങളാണ് ഇങ്ങോട്ട് വന്ന് മോളെ കെട്ടിച്ചു തരുമോ, സ്ത്രീധനമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞത്. അല്ല, എൻ്റെ വാപ്പ നിങ്ങളെ വീട്ടുപടിക്ക് വന്നിട്ടില്ല. നിങ്ങൾ ഈ ചോദിക്കുന്ന 50 ലക്ഷവും കാറ്, 50 ലക്ഷത്തിന്റെ കാറ് അല്ലേ? ഡോക്ടറാക്കിയതിൻ്റെ കൂലിയായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. എൻ്റെ വാപ്പ പറ്റുന്നിടത്തോളം പഠിപ്പിച്ച് എന്നെ ഒരു നേഴ്സ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു വരുമാനവും ഉണ്ട്. ഈ ബന്ധം എനിക്ക് വേണ്ട. ഈ ബന്ധം ഇനി എന്തൊക്കെ പറഞ്ഞാലും, വെറുതെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ പോലും ഈ ബന്ധം എനിക്ക് വേണ്ട വാപ്പ. വാപ്പ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നാളെ ഒരു ദിവസം മറ്റൊരു വാർത്തയാണ് കേൾക്കുന്നതെന്ന്. ഇപ്പോഴും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വാപ്പ കാണുന്നതല്ലേ. നമുക്ക് യോജിച്ച ബന്ധം മാത്രം മതി വാപ്പ. വലിയ ബന്ധം, പണക്കാരാണ് അല്ലെങ്കിൽ നല്ല ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഇത് വെച്ചല്ലേ വാപ്പ പോയത്. നമുക്ക് യോജിച്ച ബന്ധം മാത്രം മതി. ഡേയ്, നീ ഇത്രയ്ക്കൊക്കെ സംസാരിക്കോ? നീ ഒരു പെണ്ണല്ലേ? ഈ 50 ലക്ഷം രൂപയുടെ കാറിന്റെ മോടി തീരുമ്പം എന്റെ ജീവിതം അവിടെ തീർന്നു. വാപ്പ പത്രങ്ങളിലൊക്കെ കാണുന്നതല്ലേ. എനിക്കിങ്ങനെ ഒരു ബന്ധം വേണ്ട വാപ്പ. 50 ലക്ഷത്തിന്റെ കാറ് മോഹിച്ചു വരുന്നവർക്കല്ല എന്നെ കൊടുക്കേണ്ടത്, എന്നെ മോഹിച്ചു വരുന്നവർക്കാണ്. ഈ ബന്ധം വേണ്ട. ഈ 2 ദിവസം മുമ്പേ എങ്കിൽ അറിഞ്ഞത് നമ്മുടെ ഭാഗ്യമായിട്ട് കണക്കൂട്ടാം. ഇത് ഞങ്ങൾ വലിയവർ തമ്മിൽ സംസാരിക്കേണ്ട കാര്യം ഞങ്ങൾ സംസാരിച്ചോളാം. വാപ്പ പറഞ്ഞു വിട്ടേരാ അവരെ. എൻ്റെ മോള് പറഞ്ഞത് കേട്ടാ? എൻ്റെ മോള് പറഞ്ഞതാണ് ശരി. 50 ലക്ഷം രൂപയുടെ കാറ്, അതിൻ്റെ മോടി കഴിയുമ്പോൾ നിങ്ങൾ അവളെ ജീവനോടുണ്ടാവുമെന്ന് എനിക്ക് എന്താ ഉറപ്പ്? നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ ബന്ധം നടക്കത്തില്ല. ഇത് നിങ്ങളൊക്കെ പഠിക്കാതിരിക്കുന്നതേ ഉള്ളോ. വെറുതെ കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളവിടെ കാത്തിരുന്നോ?